إن الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ച പരിപാലകനായ അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളായി ജീവിച്ച് മരിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കർമ്മനിരതമായ ഒരു പുതിയ ജീവിതത്തിന് ആത്മീയമായ കരുത്തും ശക്തിയും പകർന്നുകൊണ്ട് പരിശുദ്ധ റമളാൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അസംഖ്യം അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാനുള്ള അസുലഭങ്ങളായ അവസരങ്ങളായിക്കൊണ്ടാണ് ഇതുപോലെയുള്ള വേളകളെ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും കാണുന്നത്. വിശപ്പും ദാഹവും ഒക്കെ സഹിച്ച് നോമ്പ് നോറ്റ് നമ്മുടെ ശരീരം തളർന്നിരുന്നുവെങ്കിലും അള്ളാഹുവിലുള്ള ഈമാനിനാലും തത്വാബോധത്തിനാലുമൊക്കെ നമ്മുടെ മനസ്സിനും ആത്മീയമായ നമ്മുടെ ഉണർവിനും ഊർജവും ഉശിരും ശക്തിയും വർദ്ധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ് എന്ന് കൃത്യമായി നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു പരിശീലനക്കളരിയും പാഠശാലയുമാണ് നമ്മോട് വിട പറഞ്ഞു പോയിട്ടുള്ളത്. മനുഷ്യരായ നമ്മളൊക്കെ തന്നെ നമ്മുടെ ദേഹവും ദേഹിയും അഥവാ നമ്മുടെ ശരീരവും ആത്മാവും കൂടിച്ചേർന്നുണ്ടായതാണ്. ശരീരത്തിന് അതിൻ്റേതായ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാകും. തിന്നുക, കുടിക്കുക, ഭോഗിക്കുക, അതിൻ്റേതായ ഭൗതികമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ആത്മാവിന് ആത്മീയമായ ശാന്തിയും സമാധാനവും സംതൃപ്തിയുമൊക്കെ കൈവരിക്കണമെങ്കിൽ ശരീരത്തിൻ്റെ ആവശ്യങ്ങളെ പലതും മാറ്റിവെക്കേണ്ടതായി വരും, വെടിയേണ്ടതായി വരും. അങ്ങനെയുള്ളൊരു പരിശീലനമാണ് ശരിക്കും ഒരു മാസകാലം നമ്മൾ നേടിയെടുത്തിട്ടുള്ളത്. ശരീരത്തിൻ്റെ ആവശ്യങ്ങളെ മാത്രം നാം പ്രാധാന്യത്തോടു കൂടി കാണുകയാണെങ്കിൽ ഒരിക്കലും ആത്മീയമായി ഉയരാനും വളരാനും നമുക്ക് കഴിയില്ല. വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് തന്നെയാണ് വിശ്വാസമില്ലാത്ത ആളുകളുടെ ഭൗതിക ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. വല്ലദീന കഫറൂ യഅകുലൂന വയതമത്തഊന കമാ യഅകുലുൽ അൻആം വന്നാറു മസ്വൽ. വിശ്വാസികൾ അവർ തിന്നുകയും കുടിക്കുകയും
ഭൗതികമായ കാര്യങ്ങളൊക്കെ തന്നെ ആസ്വദിക്കുകയും ചെയ്യുന്നത് നാൽക്കാലികൾ ഇവിടെ ജീവിച്ച് തിന്നു കുടിച്ചു കൊണ്ടിരിക്കുന്നവയെ പോലെയാണ് എന്നാണ്. ജന്തുസഹമായ വികാരങ്ങൾ മാത്രമാണ്, ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ മാത്രമാണ് അവർ പൂർത്തീകരിക്കുന്നതെന്നാണ്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അനുഷ്ഠിക്കുന്ന ഓരോ ആരാധനകളിലും അള്ളാഹുവിനോടുള്ള അടുപ്പമാണ് നമ്മുടെ മനസ്സിൽ കൂടുതലായി ഉണ്ടാകുന്നത്. അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയാണ്. ഖുർആൻ അതാണ് പറഞ്ഞു തരുന്നത്. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഹ്വാ. ജീവിതത്തിന്റെ ലക്ഷ്യം അതാണ്. വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ സാന്നിധ്യം വല്ലവനും ഭയപ്പെടുകയാണ് എങ്കിൽ അള്ളാഹു നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട്. സൃഷ്ടാവായ ജഗന്നിയന്താവായ അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് എന്ന ബോധം, അവൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഭയപ്പാട്, ഖാഫ മഖാമ റബ്ബിഹി, അതുണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വനഹൻ നഫ്സ അനിൽ ഹവാ, തന്നിഷ്ടങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ, മനസ്സിനെ വിലക്കി നിർത്താൻ നമുക്ക് കഴിയുന്നു എന്നതാണ്. നമ്മുടെ ഒരിക്കലും തീരാത്ത ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, അഭീഷ്ടങ്ങൾ, നമ്മുടേത് മാത്രമായ ഇഷ്ടങ്ങൾക്ക് പിന്നാലെ മാത്രം പോകാതെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന്, അവൻ്റെ താല്പര്യത്തിന്, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന ജീവിത മാതൃകക്ക് മുൻഗണന നൽകുന്ന അവസ്ഥയുണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിൻ്റെ കടിഞ്ഞാൺ പിടിക്കാൻ, അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞവനാണ്, അവനാണ് ശരിക്ക് ജീവിത വിജയം നേടിയത് എന്ന് ഖുർആൻ പറയുന്നു. ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, അങ്ങനെയുള്ളവർക്കാകുന്നു ശരിക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗലോകമെന്നാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും പടച്ചവന്റെ മുമ്പിൽ ഇതിന് ഉത്തരം പറയേണ്ടി വരുമല്ലോ എന്ന ഭയപ്പാടാണ്. അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അലീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. ഖുർആൻ പറയുകയാണ്, ആ മനുഷ്യന്മാർ വിചാരിക്കുന്നില്ലേ, അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ, മരണാനന്തരം അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് അവർ വിചാരിക്കുന്നില്ലയോ? ലിയൗമിൻ അലീം, അതിഭീകരമായ ഭയാനകമായ ഒരു ദിവസം ആയിരിക്കും. മനുഷ്യരെല്ലാവരെയും അല്ലാഹു ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ, ഒരു പ്രതലത്തിൽ ഒരുമിച്ച് കൂട്ടി വിചാരണയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ആ ദിവസം. യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ മുമ്പിൽ ജനങ്ങളെല്ലാം ഭയവിഹ്വലരായി നിൽക്കുന്ന ദിവസമാകുന്നു അത്. അങ്ങനെയുള്ളൊരു ദിവസം അവർക്ക് വരാനുണ്ട് എന്ന് അവർ വിചാരിക്കുന്നില്ലേ എന്നാണ് പറയുന്നത്. ഈ വിചാരമാണ് ശരിക്ക് ഒരു വിശ്വാസിയെ, അവനെ നിയന്ത്രിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒരു മാസകാലത്തെ പരിശീലനത്തിലൂടെ നമ്മൾ നേടിയെടുത്തത് ഈ ഒരു ബോധമാണ്. ഇനി നോക്കൂ, റമദാനിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള നമ്മുടെ ആഘോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും വേളയിലും ഒരിക്കലും ഈ വിചാരം നമ്മൾ മറന്നിട്ടില്ല, മറക്കാൻ പാടില്ലതാണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന അവിടുത്തെ ഉത്തമമായ ജീവിത മാതൃകയിലൂടെ നമുക്കത് അറിയാൻ കഴിയും. നമ്മുടെ സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കണ്ണീരിൻ്റെയും പുഞ്ചിരിയുടെയും സന്ദർഭത്തിൽ നമുക്ക് പറയാനുള്ളത്, ഞാനല്ല റബ്ബേ, വലിയവൻ നീയാണ് എന്നാണ്. നമ്മൾ അവിടെ ചെറുതായി പോവുകയാണ്. അല്ലാഹു അക്ബർ എന്ന് നമ്മൾ എത്ര തവണ ആവർത്തിച്ച് മുഴക്കിയിട്ടുണ്ട്. അല്ലാഹു അക്ബർ എന്നത് ഒരു ആദർശമാണ്. അത് കേവലം ഒരു പ്രഖ്യാപനമല്ല, അതൊരു ജീവിത ശൈലിയാണ്, അതൊരു സംസ്കാരമാണ്, അതൊരു ധർമ്മബോധമാണ്. ആ നിലക്ക് തന്നെ നമ്മൾ അതിനെ സ്വീകരിക്കേണ്ടതുണ്ട്. പെരുന്നാൾ നമസ്കരിക്കുമ്പോൾ
തക്ബീർ നമ്മൾ സന്തോഷത്തോടു കൂടി 7, 5, 12 തവണ പതിവിൽ നമസ്കാരത്തിലേക്കാൾ തക്ബീറുകളെ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ ചൊല്ലുന്നു. ദുഃഖിക്കുമ്പോഴോ മയ്യത്ത് നമസ്കരിക്കുമ്പോഴും 4 തക്ബീറുകളിലൂടെയാണ് ആ മരിച്ചുപോയ സഹോദരനും ജീവിച്ചിരിക്കുന്ന നമുക്കും പറയാനുള്ളതെല്ലാം നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഖ ദുഃഖങ്ങളിലെല്ലാം നമ്മളല്ല വലുത്, റബ്ബേ നീയാണ് വലുത് എന്ന ഈ ബോധമാണ് ശരിക്കും നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅത്. അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ നീയാണ് എൻ്റെ റബ്ബ്, എൻ്റെ രക്ഷിതാവ്, എൻ്റെ പരിപാലകൻ. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഒരു ഇലാഹില്ല, ആരാധ്യനില്ല. വഅന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്, ഞാൻ നിന്റെ ദാസനാണ് എന്ന് പറഞ്ഞാൽ നീയാണ് എൻ്റെ യജമാനൻ, നീയാണ് എൻ്റെ ഉടമ, നീയാണ് എൻ്റെ സംരക്ഷകൻ. ഈ ഒരു ബോധമുണ്ടല്ലോ, സൃഷ്ടാവും സൃഷ്ടിയും തമ്മിൽ അതിശക്തമായി രൂപപ്പെടുത്തിയെടുക്കേണ്ട ഈ ബോധം, ഇതാണ് ശരിക്ക് വിശ്വാസികൾക്ക് കരുത്തും ഊർജവും ശക്തിയും പകരുന്നത് എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അല്ലാഹു അക്ബർ എന്ന് നമസ്കാരത്തിൽ എത്ര നമ്മൾ ആവർത്തിച്ചു പറയുന്നു. ആ പറച്ചിലിലൂടെ ഞാൻ ചെറിയവനാണ് റബ്ബേ, എൻ്റെ കാര്യം നോക്കേണ്ടവനാണ് നീയല്ലാതെ ഞങ്ങൾക്കൊരു വലിയുമില്ല, രക്ഷാധികാരിയുമില്ല എന്നുള്ള ഒരു മനസ്ഥിതി കൂടിയാണ് നമ്മൾ വളർത്തിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് സാധിക്കുന്നത്ര നിന്നോട് ഞാൻ ചെയ്ത കരാറും നിന്നോട് ഞാൻ ചെയ്ത എല്ലാ ഉടമ്പടിയും പരിപൂർണമായി പാലിക്കാൻ തയ്യാറാകുന്നു റബ്ബേ എന്ന ഈ ഒരു ബോധം. സഹോദരങ്ങളെ, ഇനി അടുത്ത റമദാൻ വരുന്നത് വരെ ഈ 11 മാസകാലത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ ചേരുവയായി ഈ ഒരു ബോധത്തെ നമ്മൾ ചേർത്ത് വെക്കണമെന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതോടൊപ്പം തന്നെ എന്ത് വേണമെന്നോ, നമ്മൾ അൽഹംദുലില്ലാഹ് നല്ല ആത്മവിശ്വാസത്തിലാണ്, ആത്മസംതൃപ്തിയിലാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ സുഹൃതങ്ങൾ ചെയ്യാൻ നമുക്ക് അവസരം ലഭിച്ചൊരു മാസം നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ചെയ്ത പുണ്യകർമ്മങ്ങളെയൊക്കെ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന ഒരു ഭയപ്പാടോടുകൂടിയുള്ള തേട്ടം, അതൊരു വിശ്വാസിയുടെ സ്വഭാവമായി ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. സൂറത്തുൽ മുഅ്മിനൂൻ 57 മുതൽ 61 വരെ സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്കുണ്ടാകേണ്ട ഈ അടിസ്ഥാനപരമായ സ്വഭാവത്തെ നമ്മൾക്ക് ലളിതമായി വിശദീകരിച്ചു തരുന്നുണ്ട്. വിശ്വാസികൾ ഇന്നല്ലദീനഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ, വിശ്വാസികൾ തങ്ങളുടെ രക്ഷിതാവിനെ കുറിച്ചുള്ള, റബ്ബിനെ കുറിച്ചുള്ള ചിന്തയാൽ, ഭയത്താൽ നടുങ്ങിപ്പോകുന്നവരായിരിക്കുമെന്നാണ്. വല്ലദീനഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ, അവർ തങ്ങളുടെ രക്ഷിതാവിൻ്റെ ആയത്തുകളിൽ, അവൻ അവതരിപ്പിച്ചു തന്നിട്ടുള്ള ദൃഷ്ടാന്തങ്ങളിലൊക്കെ വിശ്വസിക്കുന്നവരായിരിക്കും. വല്ലദീനഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ, അവർ തങ്ങളുടെ രക്ഷിതാവിൽ ഒരിക്കലും പങ്കുചേർക്കുന്നവരായിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവർ കറകളഞ്ഞ മുവഹിദുകളായിരിക്കും, ഏകദൈവ വിശ്വാസികളായിരിക്കും, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ ദൃഢമായി വിശ്വസിക്കുന്നവരായിരിക്കും. റബ്ബിനെ കുറിച്ചുള്ള ഭയത്താൽ ഹൃദയങ്ങൾ നടുങ്ങിപ്പോകുന്ന സ്വഭാവക്കാരായിരിക്കും അവർ. അതേപോലെ തന്നെ വല്ലദീന യുതൂന മാ അതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അവർ തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ളതെന്തെല്ലാം അവർ ദാനം ചെയ്യുന്നതെല്ലാം ദാനം ചെയ്തുകൊണ്ടേയിരിക്കും. എങ്ങനെയായിരിക്കും അവർ ചെയ്യുന്നതെന്നോ, അവർ തങ്ങളുടെ ഹൃദയങ്ങൾ നടുങ്ങിക്കൊണ്ടായിരിക്കും അത് ചെയ്യുന്നത്. എങ്ങനെ? ഞങ്ങളിൽ നിന്ന് ഇത് അല്ലാഹു സ്വീകരിക്കുമോ ഇല്ലയോ എന്ന പേടിയോടുകൂടിയായിരിക്കും അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക.
ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ. ഇങ്ങനെയുള്ള ആളുകളാകുന്ന വിശ്വാസികൾ അവർ കൂടുതൽ നന്മകളിലേക്ക് ധൃതിപ്പെട്ട് മുന്നേറുന്നവരായിരിക്കും. മാത്രമല്ല അവർ അതിൽ മുമ്പേ ചെന്നെത്തുന്നവരുമായിരിക്കും. വഹും ലഹാ സാബിഖൂൻ. നന്മ ചെയ്യാൻ, പുണ്യം ചെയ്യാൻ, നല്ല കാര്യങ്ങൾക്ക് എപ്പോഴൊക്കെ അവസരം കിട്ടുന്നുവോ അതൊക്കെ ഒന്നും തന്നെ പാഴാക്കാതെ അതിലേക്ക് ധൃതി കൂട്ടി മുമ്പേ ചെന്നെത്തുന്നവരായിരിക്കും അവർ എന്ന് വിശുദ്ധ ഖുർആൻ വിശ്വാസികളുടെ ഈ സ്വഭാവങ്ങളെ 4 അങ്ങനെ വിശദീകരിച്ചപ്പോ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ആയത്ത് ഓതിക്കൊണ്ട് വല്ലദീന യൂതൂന മാ അതൗ വഖുലൂബുഹും വജില, തങ്ങൾ ദാനം ചെയ്യുന്നതെല്ലാം അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ദാനം ചെയ്യുന്നവർ, അള്ളാഹ് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടോ അനുഗ്രഹങ്ങളായി അതിൽ നിന്നൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവർ എന്ന് ചോദിച്ചപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, അഹുവല്ലദീ, ഇത് എത്തരക്കാരാണ് പ്രവാചകരെ? അഹുവല്ലദീ യസ്നി വയശ്റബുൽ ഖംറ വയസ്രിഖ്, ഈ ആളുകളെ കുറിച്ചാണോ അള്ളാഹു പറഞ്ഞത്? ജീവിതത്തിൽ വ്യഭിചരിച്ചു പോയവർ, അതുപോലെ തന്നെ മദ്യപിച്ചു പോയവർ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ, വയസ്രിഖ്, മോഷണം നടത്തുന്ന ആളുകൾ. വഹുവ അലാ ദാലിക യഖാഫുല്ലാഹ തആല, ഈ തെറ്റുകളും അധർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നതോടൊപ്പം പടച്ചോനെ കുറിച്ചുള്ള പേടിയും വെച്ചു പുലർത്തുന്ന ആളുകളെ കുറിച്ചാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത് എന്ന് ആയിഷ ബീവി റസൂലിനോട് ചോദിച്ചപ്പോൾ ഫഖാല റസൂലുള്ളാഹ് പറഞ്ഞു, ലാ യാ ആയിഷ ഇബ്നത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മകളെ ആയിഷ, അവരെ കുറിച്ചല്ല അള്ളാഹു ഈ പറയുന്നത്. വലാകിൻ ഹുവർ റജുൽ, ഇതാരെ കുറിച്ചാണ് പറഞ്ഞതെന്നോ? യുസല്ലി വയസൂമു വയതസദ്ദഖ്, 5 നേരം നമസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും സ്വതക്ക കൊടുക്കുകയും അങ്ങനെ പുണ്യകർമ്മങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ വയഖാഫു അല്ലാ യഖ്ബല ദാലിക മിൻഹു, എന്നിൽ നിന്ന് അള്ളാഹു ഈ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കാതെ പോകുമോ എന്ന ആ മനസ്സിന്റെ നടുക്കം വെച്ചു പുലർത്തുന്ന ആളുകളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്നത് എന്നാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പടച്ചോൻ സ്വീകരിക്കേണ്ടേ, അള്ളാഹു കബൂലാക്കേണ്ടേ, എന്നാലല്ലേ അവൻ ഒരുക്കി വെച്ച സ്വർഗം ലഭിക്കുകയുള്ളൂ. അപ്പോ റബ്ബേ, ഞങ്ങൾ ചെയ്യുന്ന ഈ അമലുകളൊക്കെ സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്ന ഈ മനസ്സിന്റെ നടുക്കവും ഈ ബേജാറും പേടിയും ഒരു വിശ്വാസി വെച്ചു പുലർത്തണം. അതുണ്ടാകുന്നതോടൊപ്പം തന്നെ എന്ത് വേണം? ആ പേടി ഉണ്ടാകുമ്പോഴേ പടച്ചോനെ ഇത് നീ കബൂൽ ചെയ്യണമേ എന്ന പ്രാർത്ഥന അവരുടെ മനസ്സിൽ നിന്ന്, ഹൃദയാന്തരാളത്തിൽ നിന്ന് അള്ളാഹുവിന്റെ നേരെ ഉയർന്നു വരികയുള്ളൂ. ഖുർആൻ അമല് ചെയ്യുന്ന ഒരുപാട് ആളുകളെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ, പണിയെടുത്ത് അധ്വാനിച്ച് ക്ലേശിച്ച് അങ്ങനെ ക്ഷീണിച്ചവശരായി കുറെ ആളുകൾ പരലോകത്തിൽ വരും. പക്ഷേ അവരുടെ കർമ്മങ്ങളുടെ റിസൾട്ട് നോക്കുമ്പോൾ അതെല്ലാം ഹബാഅം മൻസൂറ എന്നാണ്. അത് ഊതിയാൽ പാറിപ്പോകുന്ന ധൂളികൾക്ക് സമാനമായി സ്വീകരിക്കപ്പെടാത്ത കർമ്മങ്ങളായി തീരും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയാകരുത് നമ്മുടെ കർമ്മങ്ങൾ. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, നാം നോറ്റ നോമ്പും നമ്മൾ കൊടുത്ത സക്കാത്തും നമ്മുടെ ഇഅ്തികാഫും നമ്മുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും ജീവകാരുണ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും അധ്വാനങ്ങളും എല്ലാം റബ്ബേ നീ സ്വീകരിക്കണമേ, കബൂൽ ചെയ്യണമേ എന്ന ദുആ കൂടി നമുക്കുണ്ടാകണമെന്നാണ്. സലഫുകളായ ആളുകൾ റമദാൻ കഴിഞ്ഞാൽ 6 മാസം അവർ ചെയ്തിരുന്നത് റബ്ബേ ഞങ്ങൾ റമദാനിൽ ചെയ്ത അമലുകൾ സ്വീകരിക്കണമേ എന്ന നിഷ്കളങ്കമായ ദുആയായിരുന്നു എന്ന്. 6 മാസം കഴിഞ്ഞാലോ ഇനിയും ഇതേപോലെയുള്ള അമലുകൾ ചെയ്യാൻ ഒരു റമദാനിനെ കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിച്ച് ഞങ്ങൾക്ക് നൽകണമേ എന്ന പ്രാർത്ഥനയായിരുന്നു അവർ വെച്ചു പുലർത്തിയിരുന്നത് എന്നാണ്. പ്രവാചകന്മാരുടെ ചരിത്രം എടുത്താൽ നമുക്കത് കാണാൻ കഴിയും. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും അവർ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയൊരു സുഹൃതം അത് അള്ളാഹുവിനെ സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. വൈദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദു മിനൽ ബൈത്തി വ ഇസ്മാഈൽ
കഅബാലയത്തിന്റെ പണി പൂർത്തീകരിച്ചുകൊണ്ട് പറഞ്ഞത് റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബേ രക്ഷിതാവേ ഇത് ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണമേ എന്നാണ്. ഇന്നക അന്തസ് സമീഉൽ അലീം, നീ എല്ലാം സ്വീകരിക്കുന്നവനാണല്ലോ എന്ന്. അതേപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബി ജഅൽനീ മുഖീമസ്സലാ, എന്നെ നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുന്നവനാക്കി തീർക്കണമേ റബ്ബേ നീ. ആരാണ്? കഅബാലയത്തിന്റെ ഉടമസ്ഥനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ വ്യക്തിഗതമായ ആരാധന അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കൃത്യമായി അനുഷ്ഠിച്ച് പാലിച്ചു പോരാനുള്ള തൗഫീഖിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. എനിക്ക് മാത്രം പോരാ, തൗഫീഖ് വമിൻ ദുർരിയതി, എന്റെ സന്താന പരമ്പരകളിലും നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകണമേ റബ്ബേ എന്ന് ദുആ ചെയ്യുകയാണ്. എന്നിട്ടോ റബ്ബനാ വതഖബ്ബൽ ദുആ, അല്ലാഹുവേ രക്ഷിതാവേ ഞങ്ങളുടെ ഈ പ്രാർത്ഥനയും നീ സ്വീകരിക്കണമേ എന്ന് പറയുകയാണ്. വിശുദ്ധ ഖുർആൻ ഒരു നേർച്ചയുടെ കാര്യം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇമ്രാന്റെ ഭാര്യ, അവർ ഒരു പുതുമയാർന്ന നേർച്ച നേർന്നു. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു. ഇത് ഖാലത്ത് ഇംറഅത്തു ഇമ്രാൻ റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററാ, എൻ്റെ റബ്ബേ എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ നിനക്കായി ഒഴിഞ്ഞു വെക്കാൻ ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട് എന്നാണ്. അന്ന് ആ കാലഘട്ടത്തിലൊക്കെ ബൈത്തുൽ മുഖദ്ദസ് പരിപാലിക്കാൻ വേണ്ടി ആൺകുട്ടികളെ നിയോഗിക്കുകയും ആൺമക്കളെ അതിനു വേണ്ടി നേർച്ചയാക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഇംറഅത്തു ഫിർഔൻ ഗർഭിണിയായപ്പോൾ തൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിചാരണത്തിന് വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കാൻ നേർച്ചയാക്കിയിരിക്കുന്നു റബ്ബേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ടോ ഫതഖബ്ബൽ മിന്നീ, എന്നിൽ നിന്ന് ഈ നേർച്ച നീ സ്വീകരിക്കണമേ. ഇന്നക അന്തസ് സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ റബ്ബേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചു. പക്ഷേ കുഞ്ഞ് പ്രസവിച്ചപ്പോൾ ആൺകുട്ടിയല്ല, ആൺകുട്ടിയായിരിക്കുന്നു കരുതിയാണ് നേർച്ചയാക്കി അള്ളാഹിനോട് ദുആ ചെയ്തത്. പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ പെൺകുട്ടിയാണ് മറിയം ബീവി. ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസൻ, എന്നാൽ ആ മഹദിയുടെ നേർച്ചയും പ്രാർത്ഥനയും അള്ളാഹു നല്ല രീതിയിൽ സ്വീകരിച്ചു. വഅംബതഹാ നബാതൻ ഹസനാ, നല്ല രീതിയിൽ തന്നെ മറിയം ബീവിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത് വളർത്തി. വകഫലഹാ സക്കരിയ, സക്കരിയ അലൈഹിസ്സലാമിന് അവരുടെ സംരക്ഷണ ചുമതല നൽകി. കഫലഹ, സക്കരിയ അലൈഹിസ്സലാമിനെ മറിയം ബീവിയുടെ കഫീലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല. അവർക്കിടയിലൂടെയാണ് അല്ലാഹു ഒരുപാട് അത്ഭുതങ്ങൾ ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തത്. കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ്, സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം മറിയം ബീവിയുടെ മാതൃ സഹോദരിയുടെ ഭർത്താവായിരുന്നു. അതുകൊണ്ട് തന്നെ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിചരണ നോട്ടമൊക്കെ അദ്ദേഹത്തിനായിരുന്നു. അങ്ങനെ സക്കരിയ അലൈഹിസ്സലാം മിഹ്റാബിൽ പ്രവേശിക്കുമ്പോഴൊക്കെ വജദ ഇൻദഹാ റിസ്ഖ, ആരും കൊണ്ടുപോയി കൊടുക്കാതെ മറിയം ബീവിക്കുള്ള റിസ്ക് അവിടെ ഉണ്ടാകും, ഭക്ഷണം മിഹ്റാബിൽ ഉണ്ടാകും. അപ്പോൾ സക്കരിയ അലൈഹിസ്സലാം ചോദിക്കൂ, യാ മറിയം അന്നാ ലകി ഹാദാ, മറിയമേ എവിടുന്നേ നിനക്ക് ഈ ഭക്ഷണം കിട്ടിയത്? അതിന്റെ വിശദീകരണത്തിലൊക്കെ പറയുന്നത് ആ കാലത്ത് അവർക്ക് കിട്ടാത്ത വിധത്തിലുള്ള പഴങ്ങളും അതുപോലെയുള്ള ഭക്ഷണ വിഭവങ്ങളൊക്കെ ആയിരുന്നു മറിയം ബീവിക്ക് കിട്ടിയിരുന്നത്. അതുകൊണ്ടാണ് എവിടുന്നേ ഇപ്പൊ നിനക്ക് ഇത് കിട്ടിയത് എന്ന് സക്കരിയ അലൈഹിസ്സലാം ചോദിക്കാൻ ഇടവന്നത് എന്നാണ്. അവര് പറയുന്നു, ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാ, ഇത് അള്ളാഹുവിന്റെ അരികിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്ക് നോക്കാതെ റിസ്ക് കൊടുക്കുന്നവനാകുന്നു എന്നാണ്. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം, നമ്മൾ എന്ത് നല്ല ഉദ്ദേശത്തോടുകൂടി ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയോടുകൂടി അള്ളാഹുവിൽ നിന്ന് പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട് ഏത് അമല് നമ്മൾ സമർപ്പിക്കുകയാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിശയകരമായ രീതിയിൽ അതിനെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ വിചാരിക്കാത്ത മാർഗത്തിൽ അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം നൽകുമെന്നാണ്. സഹോദരങ്ങളെ, അപ്പോൾ എന്ത് വേണം? നമ്മുടെ അമലുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ അടിസ്ഥാനപരമായി ഉണ്ടാകണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്
ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വയുള്ളവരിൽ നിന്ന് അള്ളാഹു അമലുകൾ സ്വീകരിക്കുകയുള്ളൂ എന്നാണ്. സൂറത്തുൽ മുഅ്മിനൂനിൽ നമ്മൾ എണ്ണി പറഞ്ഞിട്ടുള്ള ഈ 4 കാര്യങ്ങളും നമുക്ക് തഖ്വയുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. നമ്മൾ ഏകദൈവ വിശ്വാസികളാവുക, അള്ളാഹുവിനെ കുറിച്ചോർക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾക്ക് നടുക്കമുണ്ടാവുക, നമ്മൾ എന്ത് തന്നെ അള്ളാഹുവിന്റെ പേരിൽ കൊടുത്താലും അള്ളാഹുവേ നീ ഇത് സ്വീകരിക്കണമേ, സ്വീകരിക്കാതെ പോകുമോ എന്ന പേടി ഉണ്ടാവുക, അള്ളാഹുവിന്റെ ആയത്തുകളെ കുറിച്ചൊക്കെ ദൃഢമായ വിശ്വാസം ഉണ്ടാവുക, ഇതൊക്കെ തഖ്വയുടെ അടയാളമായി ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തന്ന കാര്യങ്ങളാണ്. ഇതും ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ അള്ളാഹു തീർച്ചയായും അവന്റെ ഒരിക്കലും അതിരും എതിരുമില്ലാത്ത വിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമൃദ്ധിയും ഈ ദുനിയാവിലും നാളെ പരലോകത്ത് അവന്റെ രക്ഷയും നമുക്ക് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നേടിയെടുത്തിട്ടുള്ള ഈ ആത്മീയമായ കരുത്തും ഉത്കർഷവും ജീവിതത്തിലുടനീളം സൂക്ഷിക്കുവാനും തഖ്വയോട് ജീവിക്കുവാനുമുള്ള മഹാസൗഭാഗ്യം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ പരമാവധി പരിശ്രമിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ നാഥ, നീ അതിന് ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. സഹോദരങ്ങളെ, നമുക്ക് തഖ്വയുണ്ട് എന്നതിൻ്റെ അടയാളമായി ചില കാര്യങ്ങൾ പ്രവാചകനും വിശുദ്ധ ഖുർആനും നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. തഖ്വ എത്ര ഉണ്ട് എന്നൊന്നും അളക്കാനുള്ള മാപിനി നമ്മുടെ കയ്യിലില്ല. എന്നാലും ചില അടയാളങ്ങളിലൂടെ നമുക്ക് തഖ്വയുണ്ട് എന്ന് നമുക്ക് സ്വയം ആത്മപരിശോധന നടത്തി വിലയിരുത്താൻ കഴിയുമെന്നതാണ്. അതിലൊന്നായി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമ്മൾ ഏറ്റെടുത്ത് ജീവിതത്തിൽ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളുടെ നൈരന്തര്യം, അതിൻ്റെ ആ തുടർച്ച നമ്മൾ ജീവിതത്തിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അത് വിട്ടുപോകാതെ നിരന്തരമായി നമ്മൾ സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുക എന്നാണ്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അമില അമലൻ അസ്ബതഹു. നബി എന്തെങ്കിലും ഒരു പുണ്യപ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ അതിൽ സ്ഥിരപ്പെടുത്തുമെന്നാണ്. നമ്മൾ ചെയ്യുന്ന പുണ്യപ്രവർത്തനങ്ങളെ അത് ജീവിതത്തിൽ മരണം വരെ സ്ഥിരപ്പെടുത്താനുള്ള ഒരു മനോഗതി നമുക്കുണ്ടായാൽ നമുക്ക് തഖ്വയുണ്ട് എന്നതിൻ്റെ ഒരു അടയാളമായി നമുക്കതിനെ വിലയിരുത്താം. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി അദ്വമുഹാ വ ഇൻ ഖല്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലുകൾ നിത്യേന തൻ്റെ ഒരടിമ ചെയ്യുന്നതാണ്. അത് വളരെ കുറച്ചാണെങ്കിലും നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്ത് അതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുകയോ ക്ലേശിക്കുകയോ ഒന്നും വേണ്ട. നിങ്ങൾ ചെയ്യുന്ന അമലുകൾ കുറച്ചാണെങ്കിലും നിത്യേന ചെയ്യുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം എന്നതാണ്. സഹോദരങ്ങളെ, ഈ റമദാനിൽ ഒരുപാട് സുഹൃതങ്ങൾ, സൽക്കർമ്മങ്ങൾ നമ്മുടെ ആരാധനകളായും അതുപോലെയുള്ള നമ്മുടെ പുണ്യപ്രവർത്തനങ്ങളായും ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ റമദാനിൻ്റെ ശേഷിപ്പുകളായി എന്തെങ്കിലും ഒരു 2-3 കർമ്മങ്ങൾ തന്നെയെങ്കിലും അടുത്ത ഒരു റമദാൻ വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്ഥിരപ്പെടുത്തും എന്നുള്ളൊരു പ്രതിജ്ഞ നമുക്കുണ്ടായാൽ തീർച്ചയായും അത് നമ്മുടെ തഖ്വാബോധത്തെ വർദ്ധിപ്പിക്കുകയും അള്ളാഹുവിൻ്റെ അരികിൽ വളരെയധികം പുണ്യം കിട്ടുന്ന ഒരു പ്രവർത്തനവുമായി തീരുമെന്നതാണ്. അതിലൊന്നാണ്, നോക്കൂ നിങ്ങൾ, ഈ ജുമാക്ക് പങ്കെടുത്ത ആളുകളിൽ എല്ലാ ആളുകളും കഴിഞ്ഞ ഒരു മാസകാലം സുബഹ് നമസ്കാരത്തിന് ജമാഅത്തായി പള്ളിയിൽ നമസ്കരിച്ചവരായിരിക്കും. സുബഹ് നമസ്കാരം എന്നുള്ളത് ഒരു മാസം മാത്രമുള്ളൊരു അമലല്ല, ജീവിതത്തിൽ ഉടനീളം നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ പുണ്യം റസൂല് പറഞ്ഞത്, മൻ സ്വല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാ. ഒരാൾ സുബഹ് നമസ്കാരം അത് സംഘടിതമായി നിർവഹിക്കുകയാണെങ്കിൽ അവൻ ആ ദിവസം അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെ ഭൗതികമായ സന്നാഹങ്ങൾ നമ്മൾ ഒരുക്കുന്നുണ്ട്.
വാഹനത്തിൽ കയറിയാൽ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുന്നു. ഫൈന് പേടിച്ചിട്ട് മാത്രമല്ല, അതുണ്ടാകും പേടി. പക്ഷേ അത് നമ്മുടെ ജീവന്റെ ഒരു രക്ഷയാണ് എന്ന നിലക്കാണ് നമ്മളത് ചെയ്യുന്നത്. നോക്കൂ നിങ്ങൾ, ഈ ഒരു സുരക്ഷിതത്വത്തിനേക്കാൾ വലുതാണ് അള്ളാഹു നമുക്ക് നൽകുന്ന കാവൽ. അള്ളാഹു അവന്റെ കാവൽ നമ്മുടെ ഓരോ ദിവസത്തിലും നമ്മുടെ ജീവിതത്തിൽ അവൻ നൽകണമെങ്കിൽ നമ്മുടെ ഒരു ദിവസം സുബഹ് ഫജ്ർ നമസ്കാരം സംഘടിതമായി നമസ്കരിക്കുന്നതിലൂടെ തുടങ്ങണം. ഒരു മാസത്തെ ട്രെയിനിങ് പരിശീലനമാണ് ഈ കാര്യത്തിൽ നമുക്ക് കിട്ടിയത്. എന്നിട്ട് ഇത് നമ്മൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ നോക്കൂ, അള്ളാഹുവിന് ഒരിക്കലും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമായിരിക്കും. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഇന്ന അസ്ഖല സ്വലാത്തുൻ അലൽ മുനാഫിഖീൻ, കപട വിശ്വാസികൾക്ക് ഏറ്റവും ഭാരമുള്ള നിസ്കാരങ്ങളിൽപ്പെട്ട 2 നമസ്കാരമാണ് സ്വലാത്തുൽ ഇശാ വ സ്വലാത്തുൽ ഫജ്ർ. ഇശാ നിസ്കാരം, ഫജ്ർ നിസ്കാരം. അപ്പോൾ ഫജ്ർ നിസ്കാരത്തിന് നമ്മൾ വരുന്നില്ല എന്നതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഈമാനിൽ കാപ്പട്യം വന്നു പോകുന്നുണ്ടോ എന്നതാണ് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഈ കഴിഞ്ഞ റമളാനിന്റെ ഒരു ശേഷിപ്പായി ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അടുത്ത റമളാൻ എനിക്ക് അല്ലാഹു അവന്റെ ഒരു ഔദാര്യമായി നൽകുകയാണെങ്കിൽ അടുത്ത റമളാനിനെ കണ്ടുമുട്ടുന്നത് വരെ റബ്ബേ എൻ്റെ ജീവിതത്തിൽ ഫജ്ർ നമസ്കാരം അത് ഞാൻ ഒഴിവാക്കുകയില്ല. സംഘടിതമായി എൻ്റെ പ്രസൻസ് എൻ്റെ പള്ളിയിൽ ഉണ്ടാകും എന്ന ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ നമുക്ക് തെക്കുവണ്ട് എന്നില്ലിന്റെ അടയാളം അതാണ്. ഒന്നാമത് അതാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. റസൂൽ പറയുന്നുണ്ട്, വലൗ യഅലമൂന മാ ഫീഹിമാ, ഇശാ ഫജ്ർ നമസ്കാരങ്ങളിലുള്ള പുണ്യം ഈ മനുഷ്യന്മാർ അറിഞ്ഞിരുന്നുവെങ്കിൽ ലഅതൗഹുമാ വലൗ ഹബുവൻ, നിരങ്ങി നീങ്ങിയെങ്കിലും അവർ പള്ളിയിൽ വരുമായിരുന്നു എന്ന്. നമ്മുടെ പള്ളികൾ പലതും ഇപ്പോൾ നോക്കൂ നിങ്ങൾ, നമ്മുടെ കൂട്ടത്തിൽ നടക്കാൻ കഴിയാത്ത ആളുകൾക്കൊക്കെ സൗകര്യപ്പെടുത്തുന്ന വീൽ ചെയറിൽ വരെ ജമാഅത്തിന് വരുന്ന ആളുകളുണ്ട്. പല പള്ളികളിലും അന്ധന്മാരായ ആളുകളുണ്ട്, കൂടെ വരുന്ന ആളുകളുണ്ട്. നമുക്ക് അങ്ങനെയൊന്നും ബുദ്ധിമുട്ടില്ലാത്ത ഈ സന്ദർഭത്തിൽ സഹോദരങ്ങളെ, ഇത് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ ഇത് വെറുതെ ഒരു ചടങ്ങായി നമ്മുടെ നോമ്പും നമ്മുടെ കാര്യങ്ങളും പോകുന്ന അവസ്ഥ ഉണ്ടാകും. നമ്മൾ അത്തരക്കാരല്ല, അങ്ങനെയാകാൻ പാടില്ല. ഈ കാര്യത്തിൽ നമുക്കൊരു പ്രതിജ്ഞ വേണം. ഖുർആനുമായുള്ള ബന്ധം. അൽഹംദുലില്ലാഹ്, എടവണ്ണ അങ്ങാടിയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരിൽ അവരുടെ ഊഴവും കാത്തിരിക്കുന്ന പല ആളുകളെയും എനിക്ക് കാണാനിട വന്നിട്ടുണ്ട്. ഓട്ടോറിക്ഷയിലിരുന്ന് അവരുടെ ടാക്സികളിലിരുന്ന് ഖുർആൻ ഓതുന്നതായി കൺകുളിർമയുള്ള ഒരു കാഴ്ചയാണ്. പൊന്നു സഹോദരങ്ങളെ, റമളാൻ കഴിഞ്ഞാലും ആ മുസാഫ് നിങ്ങളുടെ ഓട്ടോറിക്ഷയിലെ പോക്കറ്റിലും നിങ്ങളുടെ ടാക്സി വാഹനങ്ങളിലും ഉണ്ടാകട്ടെ. ഖുർആനുമായി നമ്മൾ ബന്ധം പുലർത്തുന്ന അത്രയും അള്ളാഹുവിന്റെ റഹ്മത്ത് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അവൻ നൽകിക്കൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ വിനോദങ്ങളിലും ആവശ്യമുള്ളതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. വിനോദങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് സമയം തള്ളി നീക്കുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. മറ്റൊരു കാര്യം അവസാനമായി സൂചിപ്പിക്കുന്നത്, നിങ്ങളിൽ അധികം ആളുകളും എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ബഹുമാന്യരായ എൻ്റെ സഹോദരങ്ങളിൽ അധികം ആളുകളും തീർച്ചയായും വിത്ർ നമസ്കരിച്ചവരാണ്, ഖിയാമുൽ ലൈൽ നമസ്കരിച്ചവരാണ്. അല്ലാത്തൊരാളും ഈ പള്ളിയിൽ ഉണ്ടാവുകയില്ല എന്നുറപ്പാണ്. പക്ഷേ ഈ വിത്ർ നമസ്കാരവും സഹോദരങ്ങളെ റമളാനിൽ മാത്രമുള്ളതല്ല. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അൽ വിത്റു ലൈസ ബിഹത്തിമിൻ കസ്സലാത്തിൽ മക്തൂബ. വിത്ർ നമസ്കാരം എന്നത് നിർബന്ധമായ നമസ്കാരം പോലെ നിങ്ങൾ നമസ്കരിക്കേണ്ട അനിവാര്യമായ നമസ്കാരത്തിലെ ഘടകമൊന്നുമല്ല. എന്നാലും വലാകിന്നഹു സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനി നമുക്ക് സുന്നത്താക്കി വെച്ചിട്ടുള്ളതാണ്. ഫർള് നമസ്കാരം നിർബന്ധമാകുന്നതിന് മുമ്പ് ഖിയാമുൽ ലൈൽ രാത്രി നമസ്കാരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. മക്കയിലൊക്കെ വിശ്വാസികൾ നിർവഹിച്ചത് രാത്രി നമസ്കാരങ്ങളാണ്. യാ അയ്യുഹൽ മുസ്സമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്നുള്ള ഈ സൂക്തങ്ങളൊക്കെ ഇറങ്ങിയിട്ടുള്ളത് ഈ രാത്രി നമസ്കാരത്തെ കുറിച്ചാണ്. മിഅ്റാജ് വേളയിൽ ആകാശാരോഹണ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ നിന്ന് ആകാശ ലോകത്ത് വെച്ച് അള്ളാഹു നൽകിയ സമ്മാനമാണ് ഫർള് നമസ്കാരം 5 നേരത്തേത്. അതിന് മുമ്പുള്ളതാണ് ഈ രാത്രി നമസ്കാരം, അന്നേ തുടങ്ങിയതാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ർ. അള്ളാഹു ഏകനാണ്, ഒറ്റയാണ്. ഒറ്റയാക്കുന്നതിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഫൗത്തിറു യാ അഹ്ലൽ ഖുർആൻ,
ഖുർആനിന്റെ വാഹകരെ, നിങ്ങൾ വിത്തർ നമസ്കരിക്കൂ എന്നാണ്. ഇത് നമ്മുടെ സംസ്കാരമാകണം, സ്വഭാവമാകണം, നമ്മുടെ ആരാധനാ കർമ്മങ്ങളിലുള്ള ശൈലിയും ശീലവുമായി മാറണം. സഹോദരങ്ങളെ, റസൂലുള്ളാഹ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മിൻ കുല്ലിൽ ലൈലി ഖദ ഔത്തറ റസൂലുള്ളാഹിക്ക് ജീവിതത്തിൽ നുബുവത്ത് കിട്ടിയതിനു ശേഷം, കൽപ്പന വന്നതിന് ശേഷം എത്ര രാത്രികളുണ്ടോ ആ രാത്രികളൊക്കെ റസൂലുള്ളാഹി വിത്ർ നമസ്കരിച്ചിരുന്നു എന്നാണ്. റസൂൽ നമസ്കരിച്ച സമയം മിൻ അവ്വലിൽ ലൈൽ, രാത്രിയുടെ ആദ്യം നിങ്ങൾക്ക് നമസ്കരിക്കാം. വമിൻ ഔസതിഹി, റസൂലുള്ളാഹി രാത്രിയുടെ മധ്യത്തിൽ എഴുന്നേറ്റ് നമസ്കരിച്ചിട്ടുണ്ട്. വമിൻ ആഖിരിഹി, അവസാനത്തിൽ നമസ്കരിച്ചിട്ടുണ്ട്. വൻതഹാ വിത്റുഹു ഇലസ്സഹർ, അത്താഴ നേരം വരെ ചിലപ്പോ നബിയുടെ വിത്ർ നമസ്കാരം അവസാനിച്ച സന്ദർഭങ്ങളൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇജ്അലു ആഖിറ സ്വലാത്തികും ബില്ലൈലി വിത്റാ, നിങ്ങളുടെ നമസ്കാരത്തിന്റെ അക്കൗണ്ട് നിങ്ങൾ ക്ലോസ് ചെയ്യേണ്ടത് അവസാനം രാത്രിയിൽ 3 റക്അത്ത് വിത്ർ നമസ്കരിച്ചായിരിക്കും. ഈ പരിശുദ്ധ റമളാനിന്റെ ശേഷിപ്പായി ഇത്രയും കാര്യങ്ങൾ, കർമ്മങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വച്ചാൽ നമ്മുടെ തഖ്വ അതുകൊണ്ട് വർദ്ധിക്കുകയും അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് കിട്ടുകയും നമ്മുടെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും അവൻ നമ്മെ സഹായിക്കുകയും ചെയ്യും. എന്തൊക്കെ പ്രതിസന്ധികളിലൂടെയാണ് മനുഷ്യൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓർക്കാപ്പുറത്തുള്ള കാര്യങ്ങൾ ഉണ്ടാകും. നോക്കൂ, നമ്മുടെ പ്രവാസി സഹോദരനായ അബ്ദുറഹീം, അദ്ദേഹത്തിന്റെ ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടി മലയാളികളായ ആളുകളെല്ലാം തന്നെ അദ്ദേഹത്തിന് വേണ്ടിയുള്ള ബ്ലഡ് മണി കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു വലിയ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പുണ്യകർമ്മമാണത്. ആവുന്നത്ര നമ്മൾ അതിൽ പങ്കാളികളാവുക. നമ്മളെ കൊണ്ട് ഒരു പുണ്യം നമ്മുടെ മുമ്പിൽ എത്തിയാൽ അതിൽ എൻ്റെ വക ഒരു 10 രൂപയാണെങ്കിൽ 10 രൂപ എത്രയാണെന്ന് ആർക്കും അറിയില്ല. നമ്മുടെ മനസ്സാണ് അവിടെ നോക്കുന്നത്. നിങ്ങൾ ഒരു ജീവനെ രക്ഷിക്കാനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ മുഴുവൻ മനുഷ്യരെയും രക്ഷിക്കുന്നതിന്റെ സമാനമാണത് എന്നതാണ്. ഇത് നമ്മുടെ മുമ്പിൽ ഒരു അവസരമായി കണ്ടുകൊണ്ട് ഇത്തരം ആരാധനകളെ പോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി ഒരുപാട് തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ട്. നിന്റെ കാരുണ്യം കൊണ്ട് അതെല്ലാം ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. ഞങ്ങൾ മരണപ്പെട്ടു പോയിട്ടുള്ള പ്രിയപ്പെട്ടവരായിരുന്ന ഞങ്ങളുടെ രക്ഷിതാക്കളും അടുത്ത ബന്ധുക്കളും അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കിടയിൽ കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നൊരു മോചനം നൽകണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഫലസ്തീനിലുള്ള സഹോദരങ്ങൾക്ക് പ്രാർത്ഥിക്കാനല്ലാതെ ഞങ്ങൾക്ക് ഇപ്പോഴൊന്നും കഴിയില്ല റബ്ബേ. ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. وصلى الله تعالى على خير خلقه محمد وعلى آله وصحبه أجمعين.